മെറ്റീരിയൽ ടു മെറ്റീരിയൽ ഇൻവെന്ററി ട്രാൻസ്ഫർ കേട്ടിട്ട് കുറച്ച് കോംപ്ലക്സ് ആയി തോന്നുന്നുണ്ടോ? ഡോണ്ട് വറി, ഐ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ വിത്ത് ആൻ ഈസി എക്സാമ്പിൾ. മെറ്റീരിയൽസ് മാനേജ്മെന്റിലുള്ളവർക്ക് ഇത് കുറച്ചുകൂടി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയൽ മറ്റൊരു മെറ്റീരിയലായി കൺവേർട്ട് ആകുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഗ്രെയിൻ പ്രോസസ്സിംഗ് യൂണിറ്റ് മാനേജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. യു ഹാവ് മെറ്റീരിയൽ എ ഇൻ യുവർ ഇൻവെന്ററി, വീറ്റ് ഗ്രെയിൻസ്. ഇത് പ്രോസസ്സിംഗ് കഴിഞ്ഞ് മെറ്റീരിയൽ ബി അഥവാ വീറ്റ് ഫ്ലോറായിട്ട് കൺവേർട്ട് ആവുന്നു. അപ്പോൾ ഇൻവെന്ററി നിങ്ങളുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഇവിടെ സ്റ്റോക്ക് ഓഫ് ദി ഫസ്റ്റ് മെറ്റീരിയൽ റെഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോക്ക് ഓഫ് ദി സെക്കൻഡ് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നു. അതിനായി നിങ്ങൾക്ക് മെറ്റീരിയൽ ബി ക്രിയേറ്റ് ചെയ്യണം. വി ക്യാൻ ക്രിയേറ്റ് മെറ്റീരിയൽ ബി ഫ്രം സ്ക്രാച്ച്. സിമിലർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ കോപ്പി ചെയ്താലും മതിയാവും. അതിനുശേഷം MIGO എന്ന ട്രാൻസാക്ഷൻ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ എൻട്രി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ടൈപ്പ് സെലക്ട് ചെയ്യാം. വി ക്യാൻ സീ മൂവ്മെന്റ് ടൈപ്പ് 309. ഇതാണ് മെറ്റീരിയൽ ടു മെറ്റീരിയൽ ട്രാൻസ്ഫറിന്റെ മൂവ്മെന്റ് ടൈപ്പ്. ഇനി നമുക്ക് മെറ്റീരിയൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഏത് മെറ്റീരിയൽ ആയിട്ടാണ് കൺവേർട്ട് ആകുന്നത്, പ്ലാന്റ്, സ്റ്റോറേജ് ലൊക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാം. ഇത് സേവ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റോക്ക് ഓവർവ്യൂ സ്ക്രീൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും വീറ്റ് ഗ്രെയിൻസ് 1000 കിലോഗ്രാം ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആക്കി നോക്കിയാലോ? ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് ഓവർവ്യൂ റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു പ്ലാന്റിൽ വീറ്റ് ഫ്ലോർ എന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഒരു മെറ്റീരിയൽ ട്രാൻസ്ഫോർമേഷനിലൂടെ മറ്റൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാനോ പാക്കേജിംഗ് ഒരു സ്പെസിഫിക്കേഷൻസ് ചേഞ്ചിലോ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. ഇതിലൂടെ ചേഞ്ചസ് ട്രാക്ക് ചെയ്യാമെന്ന് മാത്രമല്ല ഇൻവെന്ററി ആക്യുറസി എൻഷുർ ചെയ്യാം. ഇതുപോലെ ഇനിയും കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.